നാട്ടിൽ നിന്ന വ്യക്തിക്ക് സ്ഥിരമായിട്ടൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ പ്രവാസിയായ വ്യക്തിക്കോ ബാങ്കിൽ കുറച്ച് കാശ് കിടപ്പുണ്ട് എന്നല്ലാണ്ട് ഒരു പെൻഷനോ മറ്റു കാര്യങ്ങളോ ഇല്ല. ബാങ്കിൽ ഫിക്സ്ഡ് ഇട്ടിരിക്കുന്ന കാശ് എടുക്കാൻ അവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റൊരാൾക്കും അത്യാവശ്യം ഫിക്സ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്കൊരു ചെറിയൊരു ഇൻകം വരണമെങ്കിൽ നല്ലൊരു പെൻഷൻ പോലെ വരണമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചെറുപ്രായത്തിൽ പെൻഷൻ തുടങ്ങാൻ പറ്റുമോ, അത്തരം പദ്ധതികൾ ചേരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചേരുക. നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് വ്യക്തികൾ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപക്ഷെ പല ആൾക്കാർക്കും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. കുറച്ച് ചെറിയൊരു സേവിങ്സ് ഒക്കെ കാണും, പക്ഷെ അതൊന്നും ഒരു പോരായതായിട്ട് വരും. ചെറിയൊരു എമൗണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ ചെറുതായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കുട്ടികൾ, പ്രവാസ ജീവിതം അനുഭവിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നേരത്തെ തന്നെ തുടങ്ങുക. എനിക്കൊന്ന് 30 വയസ്സിനെ കൊണ്ടാണെന്നോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊരു 30 ആകുമ്പോഴോ അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ തുടങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്തായാലും നാട്ടിൽ പോകേണ്ടി വരും. ആ സമയത്ത് ഒരു 1000 രൂപയാണെന്ന് പറഞ്ഞാലും നമുക്ക് റെഗുലറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വാസമാണ്.